ഇന്നും രാവിലെ വന്നു ഞാൻ തിരുസന്നിധി തന്നിൽ നായക, എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്നവൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം കഴിഞ്ഞ ദിവസം കണ്ടുവന്നതുപോലെ 1260 വർഷത്തെ ഇരുണ്ട കാലഘട്ടത്തിലാണ് നവോത്ഥാന നായകന്മാർ എഴുന്നേറ്റതെന്ന് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടി നവോത്ഥാന നായകന്മാർ എഴുന്നേറ്റ് വന്നപ്പോൾ റോമൻ കത്തോലിക്ക സഭയ്ക്ക് അത് അസ്വസ്ഥമായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു സമയത്ത് 1540 മുതൽ 1563 വർഷം വരെ 18 വർഷത്തെ കൗൺസിൽ ഓഫ് ട്രെൻറ്റ് മീറ്റിങ്ങിലൂടെ റോമൻ കത്തോലിക്ക സഭ എടുത്തതായ ഒരു പ്രധാനപ്പെട്ട തീരുമാനം, സഭയ്ക്ക് മാത്രമേ തിരുവചനത്തെ വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ജെസ്യൂട്ട് പ്രസ്ഥാനത്തെ റോമൻ കത്തോലിക്ക സഭ ചേർത്ത് നിർത്തിയതെന്ന് കാണാൻ സാധിക്കും. ജെസ്യൂട്ട് പ്രസ്ഥാനം അവർ ഇറക്കിയതായ 2 സ്റ്റേറ്റ്മെൻറ്റ്, 2 പേര് നാം മറന്നു പോകരുത്. ഒന്ന്, ഫ്രാൻസിസ്കോ റിബേറ. അദ്ദേഹം ദൈവത്തിൻ്റെ വചനം അനേക കാലങ്ങൾക്കും ശേഷം മാത്രമേ പ്രവചനം നിവൃത്തിയാകുകയുള്ളൂ എന്നുള്ളതായ ഫ്യൂച്ചറിസം തിയറി പ്രസ്താവിച്ചു. 2, ലൂയിസ് അൽകാസർ. ദൈവത്തിൻ്റെ പ്രവചനം കഴിഞ്ഞ കാലഘട്ടത്ത് നടന്നുപോയി എന്ന് അവർ പഠിപ്പിക്കുകയുണ്ടായി. ഇത് പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലേക്ക്, നവോത്ഥാന സഭകളിലേക്ക് അവർ അഴിച്ചുവിട്ടു. ഇതിൻ്റെ ഭാഗമായി അവർ അന്നുവരെയും പഠിച്ചു വന്നതായ തിയറിയിൽ നിന്ന് വ്യതിചലിക്കുവാനും തണുത്തു പോകുവാനായിട്ട് തുടങ്ങി. ഇത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലാണ്. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ആദിമ കാലഘട്ടത്ത് നവോത്ഥാന നായകന്മാർ കൊണ്ടുവന്നതായ ആ വലിയ തീഷ്ണത അവരെ തീഷ്ണത കുറഞ്ഞുള്ളവരായി മാറ്റുവാനായിട്ട് ഇടയാക്കി. നാം ഇന്നത് പഠിക്കുമ്പോൾ സർദീസിലെ സഭ 1798 മുതൽ 1848 വരെയുള്ളതായ കാലഘട്ടത്തായിരുന്നു എങ്കിലും നമ്മുടെ ജീവിതത്തിലും ആദ്യം നമുക്കുണ്ടായിരുന്നതായ അതേ തീഷ്ണതയോടെ മുന്നോട്ട് പോകുവാനാണ് നമ്മളോടും ആഹ്വാനം ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങൾ അളവുകടാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ചരിത്രത്തിൽ നാഥ സഭ ഉറക്കത്തുള്ളതായ കാലഘട്ടമായിരുന്നുവെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തോട് കൂടി പഠിക്കുമ്പോൾ നാഥ ഞങ്ങൾ ഒരിക്കലും തണുത്തു പോയതായ അനുഭവത്തിലൂടെ കടന്നു പോകാതെ ജീവനുള്ള ദൈവത്തിന് വേണ്ടി കാക്ഷിക്കാൻ തൊക്കണം ഞങ്ങളെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് വേണ്ടി ജിം ചേസ് തമ്മിൽ വീക്ഷിക്കുന്നു. ആമേൻ.